ഇടൂല ഉണ്ണി, നീ പോയേ ഉണ്ണി. ഇടൂ. അപ്പൊ നമുക്കിന്ന് പുറത്ത് റെഡി ചെയ്യാനോ? ഇന്ന് കുറച്ച് അധികം പരിപാടിയുണ്ട്. പരിപാടിയൊന്നുമില്ല, എന്നാലും സിനിമയ്ക്ക് പോകാം എന്ന് തുടങ്ങിയെടുത്തൊരു തീരുമാനമാണ്. പക്ഷേ സിനിമക്ക് പോകാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കണം, കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓർത്ത് ഇത് ഞാൻ എന്താ സ്റ്റുഡിയോയിൽ നിന്ന് എന്തോ എടുത്തൊരു ബോഡിക്കോണാണ്. മീൻസ് എൻ്റെ സൈസിനേക്കാളും കുറച്ചുകൂടി വലിയ സൈസാണ് ഞാൻ എടുത്തത്. മീൻസ് വയർ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവുന്നു, അതുകൊണ്ടിട്ട്. അപ്പം എനിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ പാടില്ലാത്തതുകൊണ്ട് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ പിന്നെ ഇട്ട രീതിയിൽ തന്നെ കിടക്കുകയുകൊണ്ട് കുറച്ച് കേളിയായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തുള്ള പിന്നെ അതുകൊണ്ട് കേളി ചെയ്തിട്ടാണ് ഫുള്ള് എന്നൊക്കെ കേളിയാണ്. അപ്പോൾ ഇത് ആദ്യം പറഞ്ഞ പോലെ നമുക്കൊന്ന് പുറത്ത് പോകാൻ റെഡി ആവട്ടെ. ഞാൻ ഈ കളറൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ നാളായി ഗൈസ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിനടുത്ത് പറയുന്നത്. പുകയൊക്കെ വരുന്നുണ്ടായിരുന്നില്ല ആദ്യം ഞാൻ യൂസ് ചെയ്തപ്പോൾ. എങ്ങനെ ഇത് ഊരണം, എങ്ങനെയാണ് ഫ്രണ്ടിൽ നിന്നൊക്കെ എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ആദ്യം. ഒരുമാതിരി കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞു പോകുമായിരുന്നു. ലാസ്റ്റ് പിന്നെ ഞാൻ എല്ലാം കൂടെ കേൾ ചെയ്ത് തട്ടിക്കൂട്ടി ഒന്ന് കേൾ ചെയ്തെടുത്ത്. ഞാൻ ഈ ഒരു സ്കാൽപ്പിൻ്റെ പോർഷനിലൊന്നും ഹീറ്റും കൊടുക്കുന്നില്ല, കേളും ചെയ്യുന്നില്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ ഫുള്ളൊന്നും അങ്ങനെ കേളായി കിടന്നാൽ മതി, ആ ഒരു ലുക്ക് മതിയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എല്ലാം കൂടി കേൾ ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് ഉണ്ണി വന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വന്നപ്പോഴേക്കും ക്യാമറ ഓണായിരിക്കുന്ന പുള്ളി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ അവിടെ കിടന്ന് ഡയലോഗൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ കൈയൊക്കെ ഒന്ന് പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ക്യാമറ കാണുന്നത്. ക്യാമറ കണ്ടപ്പോഴേക്കും അപ്പം തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ അടുത്ത് വഴക്കിടാനായിട്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്തെങ്കിലും ക്യാമറയിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ സമയത്ത് കയറി വരും. എന്നിട്ട് എന്നെക്കൊണ്ട് ആ ഒരു പോർഷൻ ഇടിക്കത്തുമില്ല. അങ്ങനെ നമ്മൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞാൻ പിന്നെയാണ് ഓർത്തത് പൊട്ട് വെക്കണ്ടേ, പൊട്ട് വെച്ചാലേ ശരിയാവുള്ളൂ. ഉണ്ണിക്ക് പൊട്ട് വെക്കണത് ഇഷ്ടമാണ്, എനിക്ക് ചില ഡ്രസ്സിൻ്റെ കൂടെ പൊട്ട് വെക്കണത് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് കാരണം ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പൊട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ റെഡിയായി ഇറങ്ങി. കാറിൽ കയറിയ സമയത്ത് നമുക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പായതുകൊണ്ട് നമ്മൾ കുറച്ച് പേരൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാറിലിരുന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ എറണാകുളത്ത് ചെന്ന പാടെ നോക്കിയത് ഒരു റെസ്റ്റോറൻ്റാണ് എന്തെങ്കിലുമൊക്കെ ഫുഡ് അടിക്കാനായിട്ട്. അങ്ങനെ കുറേ നേരം കറങ്ങി തിരിഞ്ഞ് നമുക്ക് എറണാകുളത്ത് റിസോറസ്റ്റോ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയ പാടെ നമുക്ക് നല്ല പോസ്റ്റായിരുന്നു. കാര്യം ഉണ്ണി ഒരു ഫുൾ മീൽ ഷവർമയും ഞാൻ ഒരു പെരി പെരി മന്തിയുമാണ് പറഞ്ഞത്. ഇത് വരാനായിട്ടാണെങ്കിൽ നല്ല ഡിലേയും ആയിരുന്നു. അവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ പുകയൊക്കെ അടിച്ചിട്ട് മീൻസ് ഭയങ്കര സ്മെല്ലായിരുന്നു. നമുക്കാണെങ്കിൽ വിശന്നിട്ടും അല്ല. ലാസ്റ്റ് ഞാൻ സഹിയിട്ടിട്ടൊരു ഫ്രഷ് ലൈം വാങ്ങിച്ച് കുടിച്ചത്. ഫ്രഷ് ലൈം വാങ്ങിച്ച് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മന്തിയും സാധനമൊക്കെ വന്നു. പിന്നെ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ ഉണ്ണിയുടെ ഷവർമയിൽ നിന്ന് 2 പീസ് എടുത്ത് കഴിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മന്തിയൊക്കെ കഴിച്ചത്. എനിക്കാണെങ്കിൽ ഇതിനകത്ത് ഈ മുളകും മീൻസ് ഉപ്പിലിട്ട മുളകും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇയാൾ ഈ വക എരിവുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല. എനിക്ക് എരിവിനാട് ഈ പ്രഗ്നൻസി ടൈമായപ്പോൾ കുറച്ചുകൂടെ കമ്പം കൂടുതലായിരുന്നു. പിന്നെ ആ മന്തി അങ്ങോട്ട് കഴിച്ചപ്പോൾ കിട്ടിയൊരാശ്വാസം, എൻ്റെ ദൈവമേ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ നമ്മൾ ഫോർമാളിൽ പോയിട്ട് ആ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാറിൻ്റെ ഉള്ളിൽ ഞാൻ ഫോൺ വെച്ച് മറന്നു പോയതുകൊണ്ട് അതിൻ്റെ ക്ലിപ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ തിയേറ്ററിൽ ചെന്നിട്ട് സിനിമ കണ്ടു. അങ്ങനെ നമ്മൾ അംബേദ്കറിൽ 20 കൊല്ലത്തെ ഗ്യാപ്പ് നീ എൻ്റെ പറ്റിൽ തീർക്കണേണോ? ഇതൊക്കെ തിന്നിട്ട് എത്ര നാളാശ. അങ്ങനെ ഇൻ്റർവെൽ ആയപ്പോഴേക്കും നമ്മൾ ഓടി താഴെ പോയിട്ട് ഒരു ചീസി പോപ്കോണും പിന്നെ ഒരു കോഫിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ച് ലാസ്റ്റ് സിനിമ